രാത്രി കനിഞ്ഞു. ക്ഷേത്രമുറ്റത്ത് നിലവിളക്കുകൾ തെളിഞ്ഞു. തിരശ്ശീലയ്ക്കപ്പുറം ഒരു ലോകം ജീവിക്കാൻ തയ്യാറായി. പാവകൾ മാത്രമല്ലായിരുന്നു അത്. ആ നിഴലുകൾക്ക് ശബ്ദവും ആത്മാവും ഉണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് വിപിൻ പുലവർ. തോൽപ്പാവക്കൂത്ത് കലാകാരനാണ്. തോൽപ്പാവക്കൂത്ത് ആടൽപ്പറ്റ് എന്നാണ് ഇതിൻ്റെ ഭാഷയെ പറയുന്നത്. തമിഴ്, സംസ്കൃതം, മലയാളം 3 ഭാഷകളും കൂടി സംയോജിച്ചുകൊണ്ടാണ് തോൽപ്പാവക്കൂത്തിലെ പാട്ടുകളും അർത്ഥങ്ങളും പറഞ്ഞു പോകുന്നത്. ഈ മിക്സഡ് ലാംഗ്വേജിന് ആടൽപ്പറ്റ് എന്നാണ് പറയുന്നത്. ആടാൻ വേണ്ടി പയറ്റിയത്, മെയ്ഡ് ടു പെർഫോം എന്നാണ് അതിനെ പറയുന്നത്. ഈ ലാംഗ്വേജാണ് തോൽപ്പാവക്കൂത്തിലുടനീളം ഉപയോഗിച്ചു വരുന്നത്. ഒരു ശ്ലോകം, അതിൻ്റെ അർത്ഥം, ഇത് രണ്ടും മാറി മാറി പറഞ്ഞാണ് തോൽപ്പാവക്കൂത്തിന്റെ കഥകൾ പറഞ്ഞു പോകുന്നത്. ആദ്യന്തം നടുവേരെല്ലാം അവതാര കാരണ സ്വരൂപനാണ് ശ്രീരാമസ്വാമിയുടെ വലിയങ്കിരണ്ട് ഭുജബലി പരാക്രമത്തിൻ പെരുമയാനത് ആർക്ക് തെരിയുമെன்ற ഈശ്വർ ജാപം എன்ற ത്രയംബകം പള്ളി വില്ലുക്കേ അല്ലാമൽ മറ്റൊരു പേர்களுക്കും தெரியாது. ഇവിടെ തോൽപ്പാവക്കൂത്തിൽ മുമ്പിൽ വെച്ചിട്ടുള്ള വിളക്കിൽ നിന്ന് വിളക്ക് കൊളുത്തി അകത്ത് കൊണ്ടുവരികയും അതിൽ ചെഞ്ചില്യം അല്ലെങ്കിൽ തെള്ളി എന്ന് പറയുന്ന ഒരു പൊടി എറിഞ്ഞുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ടാണ് പാവക്കൂത്ത് എല്ലാ ദിവസവും ആരംഭിക്കുന്നത്. തോൽപ്പാവക്കൂത്തിലെ കഥകൾക്കൊപ്പം പാവകളുടെ ചലനവും കൂടി ചേർത്തിണക്കിക്കൊണ്ടാണ് കൂത്തുമാടത്തിൽ നിഴൽപ്പാവകളിലൂടെ കമ്പരാമായണം കഥ ഭഗവതിക്കായി പറയുന്നത്. തോൽപ്പാവക്കൂത്ത് ഒരു ക്ഷേത്രകല മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. കാരണം തോൽപ്പാവക്കൂത്ത് ആദ്യ സിനിമാ രൂപമായാണ് കണക്കാക്കപ്പെടുന്നത്. ദ ഫസ്റ്റ് ഫോം ഓഫ് ഫിലിംസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. തോൽപ്പാവക്കൂത്തിൽ ഡ്രാമയുടെ എഫക്ട്സും ഒരുപാടുണ്ട്. അതുമാത്രമല്ല, ഒരു തിയേറ്ററായിട്ടും തോൽപ്പാവക്കൂത്തിനെ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം 8 ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആണ് പാവകളിലൂടെ പറഞ്ഞു പോകുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ, ഈ എല്ലാ വികാരങ്ങളും പറഞ്ഞു പോകുന്നത് അതിൻ്റെതായ മാച്ചായ ശ്ലോകങ്ങളിലൂടെയും അതിൻ്റെ അർത്ഥങ്ങളിലൂടെയുമാണ്. ഒപ്പം തന്നെ പാവകളുമായുള്ള ചലനം, പാവകളിക്കാരനുടെ ചലനം, ഇതെല്ലാം ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ ഒരു തിയേറ്ററിക് ഡ്രാമ എഫക്റ്റ് നൽകുന്ന തോൽപ്പാവക്കൂത്തിന് ഇന്ന് സാധ്യതകൾ ഏറി വരികയാണ്. ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, പുറം വേദികളിലും ഒരുപാട് തോൽപ്പാവക്കൂത്ത് അവതരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ അവയർനെസ് നൽകാൻ വേണ്ടി തോൽപ്പാവക്കൂത്ത് ഉപയോഗിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ എന്നിങ്ങനെ ഒരുപാട് വേദികൾ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാതെയും ഇന്ന് തോൽപ്പാവക്കൂത്തിന് ലഭിക്കുന്നുണ്ട്. ഞാൻ കെ വിശ്വനാഥ പുലവർ. നമ്മൾ തോൽപ്പാവക്കൂത്തിൽ മാൻതോലിലാണ് 10-30 വർഷം മുന്നേ വരെ പാവകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇത് ഒരു മാൻ്റെ തോലിലുള്ള പാവയാണ്. ഇത് ഹനുമാൻ വാലുമടങ്ങി ഇരിക്കുന്ന പാവ. പിന്നെ ഇതും മാൻ്റെ തോലുള്ള പാവകളാണ്. പാവകൾ തന്നെ പലതരത്തിലുണ്ട്. ഇരിക്കുന്ന പാവ, ഇതാണ് ഇരിക്കുന്ന പാവ. ഇത് നിൽക്കുന്ന പാവ. പിന്നെ ഇത് യുദ്ധം ചെയ്യുന്ന പാവ. ഇതങ്ങനെ കാലകത്തി വെച്ച് 2 കാലുകൾ അകത്തി വെച്ച് 2 കൈകളും ചലിക്കുന്ന പാവ. അങ്ങനെ പ്രധാനമായും 3 തരത്തിലുള്ള പാവകളാണ് നമ്മുടെ തോൽപ്പാവക്കൂത്തിലുള്ളത്.
ഈ പാവകൾ തന്നെ വരച്ച് അതിൽ ഉളികൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയാണ് പാവകൾ നിർമ്മിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ മുള കൊണ്ടുള്ള ഈ കോലത്തിൽ വെച്ച് കെട്ടി തോല് കൊണ്ട് തന്നെ വാറുണ്ടാക്കി അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലടിക്കുന്ന ചായങ്ങൾ ട്രഡീഷണൽ ചായങ്ങളാണ് ഉപയോഗിക്കുന്നത്. വേങ്ങ, ഈ കറുപ്പ് കാണുന്ന വേങ്ങ എന്നുള്ള മരത്തിൻ്റെ ഉൾക്കാതൽ കൊണ്ടുവന്ന് നമ്മൾ ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് ജാക്ക് ഫ്രൂട്ട് ട്രീ, പ്ലാവിൻ്റെ ഉൾക്കാതൽ കൊണ്ടുവന്ന് നമ്മൾ വെട്ടി ആയുർവേദ മരുന്നുണ്ടാക്കുന്ന മാതിരി വളരെ തീയരിച്ച് തീ കത്തിച്ച് അതിങ്ങനെ കുറച്ച് ഈ പരുവമായി എടുക്കും. അതുപോലെ ചപ്പങ്ങ മരം, അതുപോലെ തന്നെയാണിത് ഈ ഇലകളുടെയൊക്കെ ചാറാണിത്. പിന്നെ ഈ നീല നടത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് അമരിനീരാണ് ഉപയോഗിക്കുന്നത്, അമരിനീല. അങ്ങനെ പ്രധാനമായിട്ട് 4-5 തരത്തിലുള്ള ചായങ്ങളാണ് നമ്മൾ ഈ തോൽപ്പാവുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. തോൽപ്പാവക്കൂത്ത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലായി ഏകദേശം 100ഓളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, ചില ക്ഷേത്രങ്ങളിൽ 7 ദിവസം, ചില ക്ഷേത്രങ്ങളിൽ 14 ദിവസം, ചില ക്ഷേത്രങ്ങളിൽ 21 ദിവസം, 42 ദിവസം, 64 ദിവസം വരെ തുടർച്ചയായി നടന്നു വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്ത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുവാനുള്ള കാരണം ഭദ്രകാളിയും ധാരികനും തമ്മിലുള്ള യുദ്ധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് രാമരാവണ യുദ്ധം കാണുവാൻ ഭദ്രകാളിക്ക് സാധിച്ചില്ല എന്നുള്ള സങ്കടം സാക്ഷാൽ പരമശിവനെ അറിയിക്കുകയും പരമശിവൻ അരുളി ചെയ്തു, നീ ക്ഷേത്രങ്ങളിൽ പോയി ഇരിക്കുക, നിന്നെ സേവിക്കുന്നവർക്ക് സന്തോഷവും അനുഗ്രഹങ്ങളും നൽകുക. കൂടാതെ രാമായണം കഥ മുഴുവനായി രാമരാവണ യുദ്ധം, ശ്രീരാമ പട്ടാഭിഷേകം എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എന്ന് അനുഗ്രഹിച്ചു അത്രേ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോൽപ്പാവക്കൂത്ത് വളരെ പുരാതന കാലം മുതൽ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നത്. ഈ തോൽപ്പാവക്കൂത്തിന് 1000 വർഷത്തിലധികമാണ് പഴക്കം പറയപ്പെടുന്നത്. ഇത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ കൂത്തുമാടം എന്ന് പറയുന്ന പപ്പറ്റ് തിയേറ്റർ, അതിലാണ് ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇതിനെ 42 അടി കളരി എന്നും പറയാറുണ്ട്. 3 ഭാഗവും മറിച്ച് മുകൾ ഭാഗം മറയ്ക്കുന്ന ഓടുകൊണ്ട് മറയ്ക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്, അല്ലാതെയുമുള്ള ക്ഷേത്രങ്ങളും ഉണ്ട്. അങ്ങനെ ആ ക്ഷേത്രത്തിനനുസൃതമായുള്ള കൂത്തുമാടമാണ് ഓരോ ഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൽ തന്നെ മുൻഭാഗത്ത് പകുതി വെള്ള തുണിയും താഴെ കറുപ്പോ ചുവപ്പോ കൊണ്ട് പകുതി മുഴുവൻ മറച്ച് അതിൻ്റെ അകത്ത് ഒരടി പിറകിലായി വിളക്കുമാടം എന്ന് പറയുന്ന 21, 24, 18 എന്നുള്ള രീതിയിലുള്ള തരത്തിൽ വിളക്കുകൾ വെച്ച് അതിൻ്റെ മുന്നിലാണ് നമ്മൾ തോൽപ്പാവകളെ അവതരിപ്പിക്കുന്നത്. ഈ തോൽപ്പാവക്കൂത്ത് ഇതേമാതിരിയുള്ള ഓലച്ചുവടികളിലാണ് ഏകദേശം കമ്പരാമായണത്തിലെ 12026 ശ്ലോകത്തിൽ നിന്ന് ഏകദേശം 2200 ശ്ലോകങ്ങളെ ഇതിൽ എഴുതി ആ ശ്ലോകങ്ങൾ മാത്രം തോൽപ്പാവക്കൂത്ത് നടത്തുന്ന കലാകാരന്മാരായ ഞങ്ങൾ, പുലവന്മാർ എന്ന് പറയുന്ന ഞങ്ങൾ ഇത് കാണാതെ പഠിക്കുകയും അതിൻ്റെ അർത്ഥവും വിശദീകരണവും കഥകളും ഉപകഥകളും മറ്റെല്ലാം പാരമ്പര്യമായി തന്നെ അവിടെ കേട്ട് പഠിച്ച് അവതരിപ്പിക്കുകയുമാണ് ഇതിൻ്റെ ശൈലി. മുൻകാലങ്ങളിലെല്ലാം വാദ്യത്തിന് മാത്രം മദ്ദളം, ചെണ്ട, എഴുപറ, താളം, കുഴൽ, ശംഖ് ഇവയെല്ലാം ഉപയോഗിച്ചിരുന്നു.
കൂത്ത് പറയുവാൻ വേണ്ടി മാത്രം ഒരു കൂത്തുമാടത്തിൽ 8-10 പേരുണ്ടായിരുന്നു. പാവകളെ കളിപ്പിക്കുവാൻ അതും 5-6 കലാകാരന്മാർ വേറെയും ഉണ്ടായിരുന്നു. ഈ തോൽപ്പാവ കൂത്തിൽ തന്നെ ഇതേമാതിരി ഉള്ള ഓലച്ചുവടികളിൽ ശ്ലോകങ്ങൾ മാത്രം എഴുതി വച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കഥകൾ, ഉപകഥകൾ അതെല്ലാം തന്നെ ഇതേമാതിരി ഒരുപാട് ഗ്രന്ഥങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെനുളത്തിനയുണ്ടാം തേവരും നുകർതൽക്കാം ഉനുള തനയും നീ ഇനി തിരുനടവെമ്പാൽ. ഇങ്ങനെ നമ്മൾ എല്ലാ വികാരങ്ങളും തോൽപ്പാവക്കൂത്തിലൊരു കലാകാരൻ അവതരിപ്പിക്കേണ്ടതായി ഉണ്ട് കൂത്തുമാടത്തിൽ. അതുപോലെ തന്നെ ബാലി സുഗ്രീവ യുദ്ധ സമയത്ത് ഭാര്യയെ പോരിന് വിളിക്കുന്ന ഭാഗമുണ്ട്. അഗ്രജാബാലി കേളായി അടിപാണിന്തന്നയോട്ടി വിക്രമത്തുടനേ എന്തൻ ഉരുമയോടി രണ്ടും പറ്റി അക്രമായിക്കൊള്ളു മുന്നേ യമപുരത്തനുപ്പ വേണ്ടി ചുക്കരീവൻ വന്തേൻ വന്തേൻ വൻപോർ തുളങ്കിട വന്തിടായി പോർക്കുവാടാ ബാലിയെ. അതേ ട്യൂണിൽ തന്നെയാണ് ബാലി ഇതിന് മറുപടി കൊടുക്കുന്നതും. അതുപോലെ ദുഃഖമുള്ള ഭാഗമുണ്ട്. സ്വപ്നയ മകൻ മരിച്ചു കിടക്കുന്നത് കണ്ട് ദുഃഖിക്കുന്നു. തിരുനീറുമഞ്ചേഴുക്തം ശിവപാദമം കണ്ട ഉന്നേ ഇരുകൂറ് തൊണ്ടമാതായി എവർ ചെയ്താർ ശംഭുവരെ അരനാർതൻ അടക്കലമായി അടവീതാനിൽ തവം ചെയ്യ ഉരുവാന പൊന്മേനി ഉലകിൽ വീഴ്ന്നുരുളുവാതെ അയ്യോ അയ്യോ വരായി മകനെ എഴുന്തിരിയടാ ശംഭുകുമാര. അങ്ങനെ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും നമ്മൾ ഈ കൂത്തുമാടത്തിൻ്റെ അകത്ത് നിന്ന് ചെയ്യുന്ന സമ്പ്രദായമാണ് പണ്ട് കാലം മുതൽ തന്നെ ഉള്ളത്. ഈ തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ കമ്പരാമായണത്തിലെ 12106 ശ്ലോകങ്ങളിൽ നിന്ന് ഏകദേശം 2200-3000 ശ്ലോകങ്ങൾ വരെ നമ്മളെടുത്ത് ആ ചെന്തമിഴ് ഭാഷയാണ് ശ്ലോകമായി ഉപയോഗിക്കുന്നത്, മൂലഗ്രന്ഥമായി ഉപയോഗിക്കുന്നത്. തമിഴിൽ തന്നെയാണ് അതിൻ്റെ അവതരണ ശൈലി. എന്നിരുന്നാലും സംസ്കൃതത്തിലും ചില ശ്ലോകങ്ങൾ, അതുപോലെ തന്നെ മലയാളത്തിലുള്ള ശ്ലോകങ്ങൾ, അങ്ങനെ എല്ലാ ഭാഷകളിലുള്ള ശ്ലോകങ്ങളോ അതിൻ്റെ ഉപകഥകളോ എല്ലാം നമ്മളിതിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ 7 ദിവസം മാത്രമുള്ള ക്ഷേത്രങ്ങളിൽ അവസാനത്തെ ഖണ്ഡമായ യുദ്ധകാന്ഡം മാത്രമാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. 14 ദിവസം അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചവടി മുതൽ ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നീ 4 കാണ്ഡങ്ങൾ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഈ 100ഓളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കവളപ്പാറ, ഷൊർണൂരിനടുത്ത കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിൽ മാത്രമാണ് ശ്രീരാമ ജനനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം ഈ 6 കാണ്ഡങ്ങളും മുഴുവനായി അവതരിപ്പിക്കുന്ന കേരളത്തിലെ പണ്ടുകാലത്തെ ഏക ക്ഷേത്രമാണ് ഈ ആര്യങ്കാവ്. എന്നാൽ ഞങ്ങൾ നടത്തുന്ന വേറെ പല ക്ഷേത്രങ്ങളിലും കൈലേട് ചെറുമുളയങ്കാവ്, പുത്തനാലിക്കൽ ക്ഷേത്രം, അങ്ങനെ ചില ക്ഷേത്രങ്ങളിലും ഞങ്ങൾക്ക് ഈ കഥ അറിയാവുന്നതുകൊണ്ട് അവിടെയും ഞങ്ങൾ ഈ കഥ അവതരിപ്പിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന എല്ലാ പാവകളും തോലുകൊണ്ട് നിർമ്മിച്ചതാണ്. മാൻതോല് കൊണ്ടായിരുന്നു മുൻകാലങ്ങൾ, ഇന്നത് മാറ്റം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മാൻതോല് കൊണ്ട് പാവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് വർഷം വരെ അത് നിൽക്കാറുണ്ട്. മരത്തിലുള്ള ഏക പാവ ഗരുഡപ്പാവ എന്ന് പറയും, ഗരുഡൻ്റെ പാവ. അതുമാത്രമാണ് നമ്മൾ കൂത്തുമാടത്തിൻ്റെ പുറത്ത് മരം കൊണ്ടുള്ള പാവ കെട്ടിവലിച്ച് നമ്മൾ പാവ കളി അവതരിപ്പിക്കുന്നുണ്ട്. സീത നിൽക്കുന്ന പാവയാണ്. ഒരു കൈ മാത്രം തൂക്കിയിട്ട് മറ്റേ കൈ ചലിക്കുന്ന രീതിയിലാണ് ഈ പാവയുടെ നിർമ്മാണം.
നല്ല കൊത്തുപണികളും ഏറ്റവും നല്ല അലങ്കാരത്തോടു കൂടിയാണ് ഈ പാവ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ പാവകൾ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല കൊത്തുപണികളും ഭംഗിയും രൂപഭംഗിയും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളെല്ലാം പ്രത്യേക ശാസ്ത്രപ്രകാരം നിർമ്മിച്ച പാവകളാണ് കണ്ടുവരുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചായം, വേങ്ങ, ചപ്പങ്ങം, പ്ലാവ് മുതലായ ചായങ്ങളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ എല്ലാ പാവകളുടെയും കൈ ഇത് ചിന്മുദ്ര, ധ്യാനമുദ്ര ഓടുകൂടിയുള്ള ചിന്മുദ്രയോടുകൂടിയുള്ള പാവകളാണ് ഉപയോഗിക്കുന്നത്. ഗണപതിയുടെ പാവയാണ്. ഇതും വളരെ പഴയ രീതിയിലുള്ളൊരു പാവയാണ്. നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ IFFK ലോഗോ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇത് അച്ഛൻ KL കൃഷ്ണൻകുട്ടി പുലവർ ഉള്ള സമയത്താണ് ഇത് ഡിസൈൻ ചെയ്തുണ്ടാക്കിയത്. ഇത് കുംഭകർണൻ്റെ പാവയാണ്. പഴയ കാലത്തെ പാവകളെല്ലാം ഏറ്റവും വലിപ്പമുള്ള പാവകളായിരുന്നു. 6 അടി നീളം, 4 അടി വീതി എന്നുള്ള രീതിയിലുള്ള പാവകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നമ്മളൊരു പുതിയ കഥയ്ക്ക് വേണ്ടി ദശാവതാരം എന്നൊരു കഥ ചെയ്യുവാൻ വേണ്ടി പുതിയ പാവകൾ നിർമ്മിച്ച് പുതിയ ചായങ്ങൾ അടിച്ച് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണ, കൽക്കി ഇങ്ങനെ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം അതികായിൻ്റെ തപസ് വരുന്ന സമയത്ത് യോഗശാസ്ത്രത്തെക്കുറിച്ച് ഇതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഈ തോൽപ്പാവക്കൂത്തിൽ വരുന്നുണ്ട്. തർക്കശാസ്ത്രം, യോഗശാസ്ത്രം, ജ്യോതിഷം, അസ്ട്രോണമി, എന്തെല്ലാം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇതിൽ അവതരിപ്പിക്കാറുണ്ട്. ഇത് തപസ് ചെയ്യുന്ന രീതിയാണ്. പ്രത്യേക തരത്തിലുള്ള തപസ്, തലകീഴായി നിന്ന് തപസ് ചെയ്യുന്ന അതികായിൻ്റെ പാവയാണ് ഈ കാണുന്നത്. നമ്മുടെ പാവകളെല്ലാം ഷേഡോ പപ്പറ്റ്, ഇത് സ്ട്രിങ് പപ്പറ്റ്, നൂൽപ്പാവക്കൂത്ത് എന്ന് പറയും. പിന്നെ അടുത്തത് ഗ്ലോ പപ്പറ്റാണ്, കയ്യുറപ്പാവ കളി. പിന്നെ റോഡ് പപ്പറ്റ്, മുളപൊടി കൊണ്ട് ഉയർത്തി കാണിക്കുന്ന പാവകളി. ഇങ്ങനെ ലോകത്തിൽ തന്നെ 4 തരത്തിലുള്ള പാവകളികളാണ് ഉള്ളത്. പാവകളുടെ നിഴലുകൾ തിരശ്ശീലയിൽ നൃത്തം ചെയ്യുമ്പോൾ അത് കാണുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ കഥകൾ പിറന്നു. തോൽപ്പാവക്കൂത്ത് ഒരു നാടകമല്ല, അത് നിഴലിലൂടെ ജീവിക്കുന്ന ചരിത്രവും വിശ്വാസവുമാണ്. സത്യം ചെയ്തു തരാൻ വേണം. എന്റെ വന്നാൽ ദേവരോ അന്ത സുഗ്രീവനാനവനെ അവന്റെ എടുത്തു കൊണ്ടുവരാൻ കാലത്ത് എന്നോട് നാശിയാന മൂക്കിയാന്ത സുഗ്രീവനാൻ കടിച്ചു തുപ്പനുണ്ടും അതിനകത്ത്